വില്ലേജ് ഓഫീസർ ആണോ? വില്ലേജ് ഓഫീസർ അല്ലേ? ഇവിടെയൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ തന്നെയാണോ എല്ലാം ചെയ്തിരിക്കുന്നത്? അതെ അതെ. യുവാക്കളൊക്കെ ഉണ്ടായിരുന്നു. അതായത് വില്ലേജിലെ സ്റ്റാഫ് അവർ രാത്രിയും റവന്യൂ വകുപ്പിലെ ജീവനക്കാരിയാണ്, രാത്രിയും ഉറങ്ങാതെ ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു കൂട്ടം യുവാക്കളെ നമുക്ക് ഇതിന് പുറത്ത് കാണാം. അവരെല്ലാവരും സന്നദ്ധ സേനയുടെ പ്രവർത്തകരാണ്. നിങ്ങളെല്ലാവരും ഇവിടെ എന്താ ചെയ്യുന്നത്? നിങ്ങൾ മിസ്സായ ആളുകളെ അന്വേഷിക്കുന്നു. ഒരു കുറച്ച് മക്കളുണ്ട്. മക്കൾ ഇവിടെ ഉണ്ട്, സേഫായിട്ടുണ്ട്. നമുക്ക് ഏത് സ്കൂളിലാണെന്ന് അറിയുന്നില്ല. അവരെ കറക്റ്റ് കണ്ടുപിടിച്ച് അവരെ രക്ഷിതാക്കളെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ. ഈ ഭക്ഷണ വസ്തുക്കളും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നതും അതൊക്കെ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നോ? നിങ്ങളൊക്കെ മിസ്സായ ആളുകളെ നോക്കുന്ന ആളുകളാണോ? നോക്കാൻ വേണ്ടി? അതെ, ആളുകളെയും അവരുടെ രക്ഷിതാക്കളെയും. അപ്പോൾ ഒരു ക്യാമ്പിലേക്ക് ആക്കാൻ പറ്റിയ അത്രയും ഉപകാരം. ഇടങ്ങളിലായി പോയ ആളുകൾ ഒരിടത്ത് ആക്കാം. പലയിടങ്ങളിലായി ചിതറിത്തെറിച്ചു പോയ മനുഷ്യന്മാരെ കൂട്ടിയോജിപ്പിച്ച്, അവരൊക്കെ ഈ പ്രദേശത്ത് നിന്നുള്ളവർ തന്നെയാണ്. പലയിടങ്ങളിലായി ചിതറിത്തെറിച്ചു പോയ ആളുകളെ കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പാതിരാത്രിയും അവർ ഉറങ്ങാതെ അത് ചെയ്യുന്നു. അതെന്താ വന്നിരിക്കുന്നത്? അത് ഇങ്ങോട്ടേക്ക് ക്യാമ്പിലേക്കുള്ള സാധനങ്ങളാണ്. ഭക്ഷ്യസാധനങ്ങളും മെഡിസിനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് എവിടുന്നാണ് വരുന്നതെന്ന് നമുക്ക് അറിയില്ല. നമ്മൾ അതിന് എവിടുന്ന് വന്നു കഴിഞ്ഞാലും പിക്ക് ചെയ്യാനുള്ള നമുക്ക് സ്ഥലം എവിടുന്നാണെന്നില്ല. വരുന്ന സാധനങ്ങൾ സ്വീകരിച്ച് അതിൻ്റെതായിട്ടുള്ള പാക്ക് ചെയ്ത് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. വരുന്നുണ്ട്. എല്ലാ ജില്ലയിൽ നിന്നും വരുന്നുണ്ട്. സാധനങ്ങൾ ഇറക്കിയിട്ട് തിരിച്ചു വന്നോണ്ടി. അതായത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. മരുന്നുകൾ, പാക്കറ്റഡ് ഫുഡ്, പഴം, ധാന്യവസ്തുക്കൾ, അരി, അങ്ങനെ എല്ലാ സാധനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഉറങ്ങാതെ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കാരണം ഈ ക്യാമ്പിൽ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്മാർക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടത് മാത്രമല്ല വലിയ പരിക്കുകൾ പറ്റിയത്, അങ്ങനെയൊക്കെയുള്ള നൂറുകണക്കിന് ആളുകൾ വിശ്രമിക്കുന്ന ഒരു ക്യാമ്പാണിത്. അവിടെ സന്നദ്ധ സേനാ പ്രവർത്തകരും റവന്യൂ വകുപ്പ് അധികൃതരും ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. ഇവർക്ക് വേണ്ട എല്ലാ സഹായവും ഒരു നാട് ചേർന്ന് നിന്ന് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ വലിയ ദുരന്തമുഖത്തും നമുക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബിനിൽ.